ബസ്സിൽ ലൈംഗിക അതിക്രമണം എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ യുവതി വീഡിയോ പ്രചരിപ്പിച്ചു. അതിന്റെ പിന്നാലെ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപക് 38 വയസ്സുള്ള യുവാവ് ജീവനൊടുക്കി. കിടപ്പമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ദീപകിനെ കണ്ടത്. സോഷ്യൽ മീഡിയയിൽ തന്നെ കുറ്റപ്പെടുത്തി യുവതി വീഡിയോ പ്രചരിപ്പിച്ചതോടെ ദീപക് ഏറെ മനോവിഷമത്തിലായിരുന്നു. 30 ലക്ഷം ആളുകളാണ്, ഒന്ന് രണ്ടുമല്ല 30 ലക്ഷം ആളുകളാണ് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. ദീപകിനെ കുറ്റപ്പെടുത്തി രണ്ടാമത് യുവതി മറ്റൊരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തു. സമൂഹത്തിൽ തന്നെക്കുറിച്ച് മോശമായ ഒരു ചിന്ത ഉണ്ടാക്കാൻ ഈ വീഡിയോ വഴിയൊരുക്കുമെന്ന് ദീപക് പല സുഹൃത്തുക്കളോടും പറഞ്ഞതായി പറയപ്പെടുന്നു. സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അസ്വാഭാവികമായ മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. ഗോവിന്ദപുരത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സെയിൽസ് മാനേജരായ ദീപക് ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂരിൽ പോയിരുന്നു. തിരക്കുള്ള ബസ്സിൽ ദീപക് ലൈംഗിക അതിക്രമം കാണിച്ചെന്നാരോപിച്ചാണ് യുവതി സെൽഫി വീഡിയോ പകർത്തിയത്. ഈ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത്. അതേസമയം ദീപകിന്റെ വീഡിയോ പകർത്തിയ യുവതി പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. യുവാവ് തനിക്ക് നേരെ ലൈംഗിക അതിക്രമം കാണിച്ചെന്നാണ് യുവതി അവകാശപ്പെടുന്നത്. ശരീരത്തിൽ സ്പർശിച്ചത് തെറ്റായ ഉദ്ദേശത്തോടെയാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോ ചിത്രീകരിച്ചത്. പയ്യന്നൂർ വെച്ചായിരുന്നു സംഭവമത്രേ. വടകര പോലീസിൽ വിവരം അറിയിച്ചിരുന്നുവെന്നും യുവതി പറയുന്നു. വീഡിയോ പകർത്തുന്നത് യുവാവ് കണ്ടതോടെ ബസ്സിൽ നിന്ന് ഇറങ്ങി വേഗത്തിൽ നടന്നുവെന്നും അതേ തുടർന്നാണ് വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നുമാണ് യുവതി പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ അതൊക്കെ പച്ചക്കള്ളമാണെന്നും തടിയൂരാൻ പറയുന്നതാണെന്നാണ് സഹയാത്രികർ പറയുന്നത്. റീൽസ് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ കണ്ടുപിടിച്ച കുറുക്കു വഴിയാണ് ദീപകിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കളുടെ പരാതി. ഇതുപോലെ ആളുകളുടെ ജീവൻ വെച്ചല്ല റീൽസ് വൈറലാക്കുന്നത്. ഇപ്പോൾ ഒരു തരംഗമായി മാറിയിരിക്കുകയാണ് റീൽസും വൈറലും ഒക്കെ. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ജീവൻ പണയപ്പെടുത്തി വരെ റീലുകൾ ചിത്രീകരിക്കുന്നു. ഇതിപ്പോ ഒരു പാഷനായി മാറി. വരുമാനമൊക്കെ കിട്ടുമെന്ന് കണ്ടുകൊണ്ടായിരിക്കാം സോഷ്യൽ മീഡിയയിൽ ഇത്തരം അതിപ്രസരങ്ങൾ നടക്കുന്നത്. എന്ത് ചെയ്യാം, ഇതാരോട് പറയാൻ? സ്വയം മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. ഒരു ജീവനാണ് പൊലിഞ്ഞത്. നിസാരം ഒരു വീഡിയോ ഒരു റീൽസ് വൈറലാകാൻ കാണിച്ച പണി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഒട്ടേറെ സംഭവങ്ങൾ നമുക്കിടയിൽ നടക്കുന്നുണ്ട്. ഇനി ഇത് കൂടി വരത്തേ ഉള്ളൂ, ഒട്ടും കുറയത്തില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ, സോഷ്യൽ മീഡിയയിൽ താരമാകാൻ, സോഷ്യൽ മീഡിയയിൽ ആളാകാൻ പലരും പല കാര്യങ്ങളും ചെയ്യുന്നു. ജീവൻ പണയപ്പെടുത്തിയാണ് പല ആളുകളും ചെയ്യുന്നത്. ഓർക്കണം, പല യുവാക്കളൊക്കെ ജീവൻ പണയപ്പെടുത്തി ചെയ്യുന്ന റീൽസുകളും വീഡിയോകളും ഒക്കെ ഉണ്ട്. നമ്മൾ പോലും അതിശയിച്ചു പോകും, ഞെട്ടിപ്പോകും. പേടിയോടെ മാത്രം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇതിനൊക്കെ ഒരു തടയിട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ കൂടുതൽ ആപത്തുകളിലേക്ക് ചെന്നപ്പെടും.